ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളിന്ന് റോമിലെത്തി. ഒരാഴ്ച ഈസ്റ്ററോടനുബന്ധിച്ച് വിശുദ്ധ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയാണ്. റോമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് വിശുദ്ധ പൗലോസ്ലിഹായുടെ ശിരച്ഛേദം നടന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പൗലോസ്ലിഹായെ ശിരച്ഛേദം ചെയ്ത സ്ഥലം അതുപോലെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ്ലിഹായെ ശിരച്ഛേദം ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്ന പള്ളിയാണ് നാം കാണുന്നത്. ഈ പള്ളിയുടെ അടിയിൽ, അതായത് ബേസ്മെൻറ്റിൽ ഉള്ള പ്രിസണിലാണ് പൗലോസ്ലിഹായെ തടവിലിട്ടിരുന്നത്. ആ തടവറയാണ് നമ്മളിനിയും കാണാനായിട്ട് പോകുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഒരു വശത്തുകൂടി ബേസ്മെൻറ്റിലേക്ക് നമുക്ക് ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ അതിൻ്റെ താഴെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്ന പൗലോസ്ലിഹ കിടന്ന ജയിലറയാണിത്. അതായത് ഭൂമിക്കടിയിലായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ഇടുങ്ങിയ ചെറിയ ഒരു മുറിയാണ്. 2 മുറികളുണ്ട്, ഒന്നിടത്തും ഒന്ന് വലത്തും. വളരെ ചെറിയ മുറി, ഒന്ന് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഈ സ്ഥലത്താണ് പൗലോസ്ലിഹായെ തടവറയിൽ ഇട്ട് സൂക്ഷിച്ചത്. ഇപ്പോൾ അവിടെ നമുക്ക് ഒരു ചെറിയ ഓൾട്ടർ കാണാൻ പറ്റും. ഇടതുവശത്ത് ഒരു ചെറിയ വിൻഡോ ഉണ്ട്, വലതുവശത്തൊരു വിൻഡോ ഉണ്ട് നമുക്ക് കാണുവാനായിട്ട്. നാം ഇപ്പോൾ ഈ കാണുന്ന തടവറയിലാണ് പൗലോസ്ലിഹ അദ്ദേഹത്തിൻ്റെ അന്ത്യദിനങ്ങൾ ചിലവഴിച്ചത്. ഈ തടവറയിൽ അദ്ദേഹത്തെ ഇട്ടുകൊണ്ടാണ് വിചാരണയും മറ്റും നടത്തിയത്. ആ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹം ഈ തടവറയിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ അത് ആണ് കാണുവാനായിട്ട് പോകുന്നത്. നാം ഈ കാണുന്ന ഈ കല്ലിന്മേലാണ് പൗലോസ്ലിഹായുടെ ശിരച്ഛേദം നടന്നത്. ആ കല്ല് അതുപോലെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ചപ്പോൾ ആ ശിരസ് ഉരുണ്ട് ഇങ്ങനെ 3 സ്ഥലത്തായിട്ട് പോയി. ആ 3 സ്ഥലത്തും 3 നീരുറവകൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ആ നീരുറവകൾ ഉള്ള സ്ഥലത്തിൻ്റെ മുകൾ ഭാഗമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇവിടെ വിശുദ്ധ പൗലോസ്ലിഹായുടെ ശിരച്ഛേദം നടന്ന സ്ഥലം അത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നാം കാണുന്നത് ആ ശിരച്ഛേദം നടക്കുന്ന സംഭവമാണ്. അതുപോലെ അവിടെ കൊത്തി വച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം പൗലോസ്ലിഹായുടെ ശിരച്ഛേദം കഴിഞ്ഞിട്ട് ഉള്ള ആ ശിരസില്ലാത്ത ബോഡി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാം കാണുന്നത് ശിരസില്ലാത്ത ബോഡിയാണ്. അതിൻ്റെ വിവരണങ്ങളാണ് ഇപ്പോൾ പല ഭാഷകളിലുണ്ട്. അതിൽ ഇംഗ്ലീഷിലുള്ള അതിൻ്റെ വിശദീകരണങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശിരസ് മാത്രമായിട്ട് ഉള്ള ആ ഭാഗം നമ്മൾ ഇപ്പോൾ കാണുന്നു. അങ്ങനെ പൗലോസ്ലിഹ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഈസ്റ്റർ ആശംസകളും നേരുന്നു. എല്ലാവരെയും ദൈവം ഈസ്റ്ററിൻ്റെ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.